ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് വാഗമണ്ണിലെ ഹൈടെക് ബുൾ മദർ ഫാം. ഇവിടെ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പശുക്കൾക്ക് നൽകാനായിട്ട് ഈ മൊട്ടക്കുന്നിൽ പുൽകൃഷി നടത്തിയിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ഒരു ബുൾ മദർ ഫാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അഡ്വഞ്ചർ പാർക്ക് വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൻ്റെ പ്രവേശന കവാടം. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിന് ഫൈൻ 3000 രൂപയാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഒരു തവണ മാലിന്യം ഇടുമ്പോൾ 2 തവണ ചിന്തിക്കൂ എന്നാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന മൊട്ടക്കുന്ന് മുഴുവൻ നമ്മളുടെ അഡ്വഞ്ചർ പാർക്കാണ്. അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. വാഹനം ഉള്ളിൽ കയറ്റുന്നതിന് 50 രൂപയും ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. വാഹനം ഉള്ളിൽ കയറ്റുന്നില്ലെങ്കിൽ ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണമെങ്കിൽ പോവാം. പക്ഷെ അപ്പോൾ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അതുപോലെ കാശ് മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാ വാഗമണ്ണിൻ്റെ സ്ഥിരം കാഴ്ചയായ ഒരു പശുക്കൂട്ടം ഇവിടെ നിൽപ്പുണ്ട്. അപ്പനും അമ്മയും മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു പശു ഫാമിലി നമുക്കിവിടെ കാണാം. അഡ്വഞ്ചർ പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ജയൻ്റ് സ്വിങ്, ഫ്രീ ഫാൾ, സ്കൈ സൈക്ലിംഗ്, സിപ്പ് ലൈൻ, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്കൈ സൈക്ലിംഗ്, സ്കൈ റോളർ, ഫ്രീ ഫാൾ, ഇതൊക്കെ ഈ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഫ്രീ ഫാളിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ആൾക്കാർ പൂര കരച്ചിലാണ് അത് കയറിയിട്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് ഈ ഒരു വാച്ച് ടവർ മാത്രമാണ്. അപ്പോൾ അതിലേക്കൊന്ന് കയറി നോക്കാം. ഇത് ഇവിടുത്തെ ബഗ്ഗി സർവീസ്. അപ്പോൾ നമ്മൾ ഈ വാച്ച് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അത്യാവശ്യം തുരുമ്പൊക്കെ എടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്കൈ സൈക്ലിങ് പോകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുവാനായിട്ട് ആൾക്കാർ ഈ വഴിയെ പോകുന്നുണ്ട്. ഇവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. പാരാഗ്ലൈഡിങ് അത്യാവശ്യം നല്ല സ്പീഡിലാണ്, നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത്. നമ്മൾ ഈ വാച്ച് ടവറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ വന്ന ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ആ സ്ഥലമാണ്. ഇതോ നമ്മുടെ വണ്ടി കിടക്കുന്നു. ഒപ്പം തന്നെ മറുവശത്ത് മൊട്ടക്കുന്നുകൾ വിശാലമായിട്ട് കാണാം. ഈ വാച്ച് ടവറിൽ നിൽക്കുമ്പോൾ ഇത് അപ്പുറത്ത് കാണുന്ന മൊട്ടക്കുന്നിൽ മറ്റൊരു വാച്ച് ടവർ നമുക്ക് കാണാൻ സാധിക്കും. വീലോ വാഗമണ്ണിൻ്റെ ആ ലവ് നമുക്കവിടെ കാണാം. ഇവിടുത്തെ ഒരു ഫ്രീ ഫോൾ ഇവൻ്റാണ്. ഫ്രീ ഫോളിനായിട്ട് താഴെ ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേച്ചിമാർ പറയുന്നത് ആ ചേട്ടൻ ചാടില്ലെന്നാണ്. നമുക്ക് നോക്കാം ധൈര്യം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ടിക്കറ്റ് മാത്രം എടുത്താൽ പോരാ, നമുക്ക് ചാടാനുള്ള ധൈര്യവും കൂടെ വേണം ഈ ഫ്രീ ഫാളിൽ ചാടണമെങ്കിൽ. ഇതിപ്പോൾ 350 രൂപയുടെ ടിക്കറ്റാണ്. ശരിക്കും ഒരാളെ ഇതൊന്ന് ചാടിക്കുന്നതിന് ഒരു 1000 രൂപയുടെ പണിയെടുക്കേണ്ടി വരും. അന്തരീക്ഷം കുറച്ചുകൂടി സെറ്റാണെങ്കിൽ ഇവിടെ നല്ല വളരെ വിദൂരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇവിടെ കണ്ട സൈക്ലിങ്ങും സ്കൈ സൈക്ലിങ്ങും നമുക്ക് ഇവിടുന്ന് കാണാം. ഈ സ്കൈ സൈക്ലിങ് പോകുന്നതിൻ്റെ നടുവിലായിട്ടൊരു കുളമുണ്ട്. ഇതാ ഇപ്പോഴും ആളുകൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഈ ഒരു വഴി പ്രത്യേക ആംബിയൻസ് ആണ്. ഈ ഒരു മൊട്ടക്കുന്നിന് നടുവിലൂടെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു വഴി ഒരുപാട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. മറുവശത്ത് മൊട്ടക്കുന്ന്, വലത് സൈഡിൽ അഡ്വഞ്ചർ പാർക്കിലെ സ്കൈ സൈക്ലിങ്ങും മറ്റ് ഇവൻറ്റ്സും, അങ്ങ് മൊട്ടക്കുന്നിലായിട്ട് കുറച്ച് ബിൽഡിങ്ങുകൾ കാണാം. അപ്പം നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിലെ നടക്കാൻ തന്നെ നല്ലൊരു പ്രത്യേക ആംബിയൻസ് ആണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതെ അതെ, ഇപ്പോൾ ചിരിച്ചോണ്ടാവുന്നത്. അപ്പോൾ ഇവിടുന്ന് പോയ ചേട്ടന്മാരൊക്കെ പറഞ്ഞാൽ അതിൽ കയറുമ്പോൾ നമ്മളുടെ ചങ്കിടിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം ഇതിൽ കയറാനായിട്ട്. കീപ്പ് യുവർ ഫുട്ട് വെയേഴ്സ് ഹിയർ. ഇപ്പം നോക്കുമ്പോൾ കുറേ പേര് ഗ്ലാസ് ബ്രിഡ്ജിലുണ്ട്. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രീ എൻട്രി ഫോർ ചിൽഡ്രൻ ബിലോ 5 years. 5 വയസ്സിൽ താഴെ പ്രായമായ കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം. ഡ്യൂറേഷൻ 5 minutes. 5 മിനിറ്റ് മാത്രമേ നമുക്കിവിടെ ഈ ഒരു ബ്രിഡ്ജിൽ അനുവദനീയമായിട്ടുള്ള സമയമുള്ളൂ. അതിനായിട്ടാണ് 250 രൂപ. 5 മിനിറ്റ് 250 രൂപ, 1 മിനിറ്റിന് 5 രൂപ. പണ്ട് മാക്സിൽ 50 രൂപ. പണ്ട് മാക്സിൽ കണക്ക് തോറ്റത് ഇങ്ങനെയാണെന്ന് പറയുമായിരുന്നു. ഒരേ സമയം 20 പേരെയാണ് ഇതിൽ കയറ്റി വിടുന്നത്. അപ്പോൾ കയറി പോകുന്നിടത്ത് പുല്ല് വിരിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഗ്ലാസ്സിലൂടെയല്ല, ഇതുവരെ നമ്മൾ ഈ ഒരു സ്റ്റീലിലൂടെയാണ്. ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗ്ലാസ്സിലേക്ക് കയറുന്നത്. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ ഓക്കെ. ഇപ്പോൾ 1:34 ആയിട്ടുണ്ട്. നമുക്ക് വെറും 5 മിനിറ്റ് മാത്രമാണ് ഇതിൽ അനുവദനീയമായിട്ടുള്ള സമയം. ഇനി നമുക്ക് പേടിയാകും ശരിക്കും. നീ ഇതേ പിടിച്ചോണ്ട് ഗ്രില്ലെ പിടിച്ചോ, പേടിയാണ്. നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ 5 മിനിറ്റ് മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. ഇവിടെ നിറച്ച ആളുകളാണ്. അവർ മാറിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. അഡ്വഞ്ചർ കൂടിയ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ നിന്നുള്ള വീഡിയോ ദേവു ധൈര്യം തെളിയിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ്? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? കൂൾ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പേടിപ്പെടുത്തുന്ന വിഷ്വൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എൻജോയ് ചെയ്യണമെങ്കിൽ വന്ന് കാണാൻ വേണ്ടി പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്തായാലും കിടിലൊരു എക്സ്പീരിയൻസ് ആണ്. ആളുകൾ കൂടുമ്പോൾ ഒരു ഷെയ്ക്ക് കൂടിയുണ്ട് അതിന്. അതാണ് നമ്മളെ ശരിക്കും പേടിപ്പെടുത്തുന്നത്. ഇവിടെ സിപ്പ് ലൈനിൽ കയറാനായിട്ട് കുറച്ച് പേരുണ്ട്. വാഗമണ്ണിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സിപ്പ് ലൈനിൽ പോകാൻ സാധിക്കും. ഇത്രയും വിശാലമായ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി നമുക്കൊരു സിപ്പ് ലൈൻ സാധ്യമാണ് ഇവിടെ. അങ്ങനെ നമ്മൾ പാരാഗ്ലൈഡിങ് കാണാൻ വന്നിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ.